ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പെക് മാൻ ആൻഡ് കോ. കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത്. Welcome to Fact Factory, the world of fact. ആദ്യമായി തന്നെ കേരളയെക്കുറിച്ച് പറയാം. കേരള എന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനമാണ്. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ നിയമം പാസാക്കിയതിനെ തുടർന്ന് 1956 നവംബർ 1 ഇത് രൂപീകരിച്ചത്. പഴയ സംസ്ഥാനങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് എന്നിവിടങ്ങളിലെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ സംയോജിപ്പിച്ചാണ് ഇത് രൂപീകരിച്ചത്. 38,863 കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളം വിസ്തീർണമനുസരിച്ച് 23ാമത്തെ വലിയ ഇന്ത്യൻ സംസ്ഥാനമാണ്. വടക്കും വടക്കുകിഴക്കും കർണാടക അതിർത്തി, കിഴക്കും തെക്കും തമിഴ്നാട് അതിർത്തി, പടിഞ്ഞാറ് അറബിക്കടൽ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 13ാമത്തെ വലിയ ഇന്ത്യൻ സംസ്ഥാനമാണ്. 14 ജില്ലകളായാണ് ഈ സംസ്ഥാനത്തെ തിരിച്ചിരിക്കുന്നത്. മലയാളമാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷയും ആ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയും. പ്രകൃതി സൗന്ദര്യമായ ഏറെ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു നാടാണ്. എന്നാൽ മലയാളികൾ പറയുന്നത് പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ മലയാളികൾക്ക് മലയാള മണ്ണിൻ്റെ വില അറിയില്ല. ആയതിനാൽ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫാക്ട് 1. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തിയ സർവേയിൽ സിക്കിമിനൊപ്പം കേരള ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാണെന്ന് പറയപ്പെടുന്നു. എല്ലാ ഗ്രാമത്തിലും ആശുപത്രികളും ബാങ്കുകളുമുള്ള ഏക സംസ്ഥാനം. ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം എന്ന നിലയിൽ എല്ലാ കോണിലും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഫാക്ട് 2. ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം പ്രസിദ്ധമായി അറിയപ്പെടുന്നത് പോലെ കേരളത്തിന് ഇന്ത്യയിൽ ആദ്യമായി മഴ ലഭിക്കുന്നു. ജൂലൈയിൽ രാജ്യം മഴ അനുഭവിക്കുമ്പോൾ എല്ലാ വർഷവും ജൂൺ ആദ്യവാരം ചുറ്റും കേരളം മഴയ്ക്ക് സാക്ഷിയാകുന്നു. തുടർന്ന് മുംബൈയിലും ഡൽഹിയിലും മഴ പെയ്യുന്നു. ഫാക്ട് 3. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു പ്രധാന മതമാണ് ഹിന്ദുമതം. അതിനാൽ 1,60,650 ക്ഷേത്രങ്ങൾ രാജ്യത്തുണ്ട്. ഇവയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. സ്വർണവും വിലയേറിയ കല്ലുകളും സംബന്ധിച്ച് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ഫാക്ട് 4. രാജ്യത്തെ സ്വർണത്തിൻ്റെ 20% കേരളം ഉപയോഗിക്കുന്നു. കേരളത്തിലുള്ള വധുക്കൾ തല മുതൽ കാൽ വരെ സ്വർണത്തിൽ മുങ്ങുന്നതായി നമുക്ക് കല്യാണത്തിനൊക്കെ പോയാൽ കാണാം. ഫാക്ട് 5. 2011 സെൻസസ് പ്രകാരം കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് 93.91%, രാജ്യത്തെ സാക്ഷരതാ നിരക്ക് വെറും 74.04%. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ സാക്ഷരതാ നിരക്ക് 97.17%. ഫാക്ട് 6. ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ഏക സംസ്ഥാനം. വിവിധ തരം മതങ്ങളുടെ ആവാസ കേന്ദ്രവുമാണ്. വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഐക്യത്തിലും സമാധാനത്തിലും ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഇത് പ്രവർത്തിക്കുന്നു. എല്ലാ തെരുവുകളുടെയും മറ്റെല്ലായിടത്തും എല്ലാ മതങ്ങളുടെയും ആരാധനാലയം കാണാം. ഫാക്ട് 7. ലോകത്ത് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന 4ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തെ മൊത്തം റബ്ബറിൻ്റെ 90%-ലധികം കേരളം ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിലെ 5.45 ഹെക്ടർ സ്ഥലം റബ്ബർ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഫാക്ട് 8. നാഷണൽ ജിയോഗ്രാഫിൻ്റെ ട്രാവലർ മാഗസിൻ 1999 പതിപ്പിൽ കേരളത്തെ ലോകത്തിലെ 10 പാരഡൈസ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ലോകത്തിലെ മികച്ച 50 ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളയും മാഗസീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാക്ട് 9. കേരളത്തിലെ കായലിൽ ശാന്തമായ അരുവികൾ, കനാലുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അറബിക്കടലിന് സമാനാന്തരമായി കിടക്കുന്ന തടാകങ്ങളും കായലുകളും ചേർന്ന് കിടക്കുന്നു. ഫാക്ട് 10.
കേരളത്തിൽ ഏകദേശം 7.7 ലക്ഷം ഹെക്ടർ കൃഷിസ്ഥലം തെങ്ങിൻ തോട്ടത്തിനായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഉൽപ്പാദനം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനത്തിന് പോലും അതിൻ്റെ പേരാണ് നൽകപ്പെട്ടിട്ടുള്ളത്. കേര എന്നത് തെങ്ങ് മരത്തെ സൂചിപ്പിക്കുന്നു, എന്നാൽ ആലം എന്നത് ഭൂമി എന്നാണ്. അങ്ങനെ തെങ്ങ് മരങ്ങളുടെ നാടായി കേരളം ആവർത്തിക്കാം. ഇത്രയും ഫാക്റ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. ഇതിന് സെക്കൻഡ് പാർട്ട് വീഡിയോ കൂടി വരാനുണ്ട്. ടിൽ ദാറ്റ് സ്റ്റേ ട്യൂൺഡ് വിത്ത് Spec Man and Co by subscribing this channel. If you like this video, please share it with your friends and family. Thank you.